2007 ഏറ്റവും വലിയ വിജയങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജിന്റെ കങ്കാരുവാണ്. രാജ്ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ജെ പള്ളാശ്ശേരിയായിരുന്നു. ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം ജയസൂര്യ, കാവ്യമാധവൻ, ലാലു അലക്സ്, ജഗതി, കാവേരി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. ജയസൂര്യ ചിത്രത്തിൽ വില്ലനായാണ് എത്തിയത്. ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ കങ്കാരു തരക്കേടില്ലാത്ത അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 9ാം സ്ഥാനത്തുള്ളത് ദിലീപ് നായകനായ സ്പീഡ് ട്രാക്ക്. ചിത്രം തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തത് എസ് എൽ പുരം ജയസൂര്യയായിരുന്നു. പ്രൊഡ്യൂസ് ചെയ്തത് സുബൈറും. ദിലീപിനൊപ്പം ഗജാല, റിയാസ് ഖാൻ, മധു വാര്യർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഒരു സ്പോർട്സ് ഡ്രാമയായിരുന്നു. ദീപക് ദേവ് ഒരുക്കിയ ഗാനങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ദിലീപിന്റെ മികച്ച പ്രകടനം ചിത്രത്തിന് മുതൽക്കൂട്ടായി. തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 2007 ഏറ്റവും വലിയ വിജയങ്ങളിൽ 8ാം സ്ഥാനത്തുള്ളത് കെ മധു സംവിധാനം ചെയ്ത നാദിയ കൊല്ലപ്പെട്ട രാത്രി. സുരേഷ് ഗോപി നായകനായെത്തിയ ഈ ചിത്രത്തിൽ കാവ്യമാധവനാണ് നായികയായെത്തിയത്. കാവ്യമാധവൻ ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ മികച്ച അഭിപ്രായമാണ് നേടിയത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രത്തിൽ ഷറഫുദ്ദീൻ താരാമസി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായാണ് സുരേഷ് ഗോപി എത്തിയത്. സിദ്ദിഖും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു. പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലെത്തി. AK സാജന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം നിർമ്മിച്ചത് കെ മധു തന്നെയായിരുന്നു. കാവ്യമാധവന്റെ മികച്ച പ്രകടനം ചിത്രത്തിലുണ്ടായിരുന്നു. മികച്ച അഭിപ്രായം നേടിയ ചിത്രം തിയേറ്ററുകളിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 7ാമത്തെ ഏറ്റവും വലിയ വിജയം ലാൽ ജോസ് സംവിധാനം ചെയ്ത ശ്രീനിവാസൻ ചിത്രം അറബിക്കഥ. ഇക്ബാൽ കുറ്റിപ്പുറമായിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. ശ്രീനിവാസനൊപ്പം ഇന്ദ്രജിത് സുകുമാരൻ, നെടുമുടി വേണു, ജഗതി, ജയസൂര്യ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. ചിത്രത്തിന് സംഗീതം നൽകിയത് ബിജിപാലായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ പഴുതടച്ച തിരക്കഥയും ലാൽ ജോസിന്റെ ഗംഭീര സംവിധാനവുമാണ് ചിത്രത്തിന് മികച്ച വിജയം സാധ്യമാക്കിയത്. 2007 ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിജയങ്ങളിൽ ഒന്നായിരുന്നു അറബിക്കഥ നേടിയത്. ചിത്രം ചെറിയ ഹൈപ്പിലാണ് തിയേറ്ററിലെത്തിയതെങ്കിലും മികച്ച അഭിപ്രായം നേടി വലിയ ഹിറ്റിലേക്ക് പോയി. ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തത്. 2007 ഏറ്റവും വലിയ 6ാമത്തെ വിജയം ശ്രീനിവാസന്റെ കഥ പറയുമ്പോൾ. ശ്രീനിവാസന്റെ തിരക്കഥയ്ക്ക് M മോഹനൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കഥ പറയുമ്പോൾ. മമ്മൂട്ടിയുടെ അതിഥി വേഷമായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ ചിത്രത്തിന്റെ ക്ലൈമാക്സും മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ശ്രീനിവാസനും മുകേഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ശ്രീനിവാസനും മമ്മൂട്ടിക്കുമൊപ്പം മീന, മുകേഷ്, ഇന്നസെന്റ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. ചിത്രത്തിന് സംഗീതം നൽകിയത് M ജയചന്ദ്രനായിരുന്നു. ഗാനങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കഥ പറയുമ്പോൾ ഗംഭീര അഭിപ്രായമാണ് നേടിയത്. എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണ ലഭിച്ച ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറി. ചിത്രത്തിൽ ഏറ്റവും കയ്യടി നേടിയത് ക്ലൈമാക്സ് രംഗമായിരുന്നു. ബാർബർ ബാലനായും സൂപ്പർ സ്റ്റാർ അശോക് രാജായും ശ്രീനിവാസനും മമ്മൂട്ടിയും ഗംഭീര പ്രകടനമാണ് നടത്തിയത്. കഥ പറയുമ്പോൾ മറ്റ് പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തുവെങ്കിലും മലയാളത്തിൽ നേടിയ വിജയം ആവർത്തിക്കാനായില്ല. മമ്മൂട്ടി ചിത്രത്തിൽ ചെയ്ത വേഷം തമിഴിൽ രജനീകാന്തും ഹിന്ദിയിൽ ഷാറുഖ് ഖാനും ഒക്കെയാണ് ചെയ്തത് എങ്കിലും ചിത്രങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. 2007 അറബിക്കഥയ്ക്ക് ശേഷം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ശ്രീനിവാസൻ ചിത്രമായിരുന്നു കഥ പറയുമ്പോൾ. 2007 ഏറ്റവും വലിയ വിജയങ്ങളിൽ 5ാം സ്ഥാനത്തുള്ളത് ദിലീപിന്റെ വിനോദയാത്ര. സത്യൻ അന്തിക്കാട് ദിലീപിനെ നായകനാക്കി ആദ്യമായി ഒരുക്കിയ ചിത്രമായിരുന്നു വിനോദയാത്ര. ഏപ്രിൽ വിഷു സീസണിൽ റിലീസ് ചെയ്ത ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയത്. സത്യൻ അന്തിക്കാട് തന്നെയാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. MM ഹംസ നിർമ്മിച്ച ചിത്രത്തിൽ ദിലീപിനൊപ്പം വലിയ താരനിരയുണ്ടായിരുന്നു. മുരളി, മുകേഷ്, ഇന്നസെന്റ്, നെടുമുടി വേണു, മീര ജാസ്മിൻ, പാർവതി തെരുവോത്ത്, ഗണപതി തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ മികച്ച കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. ചിത്രത്തിന് സംഗീതം നൽകിയത് ഇളയരാജയായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി ഒരുക്കിയ ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയത്. കുടുംബ പ്രേക്ഷകർ തന്നെയാണ് വിനോദയാത്രയെ വലിയ വിജയമാക്കി മാറ്റിയതും. സത്യൻ അന്തിക്കാട് ദിലീപ് ടീം ഒരേ ഒരു തവണ ഒന്നിച്ച വിനോദയാത്ര വമ്പൻ വിജയം തന്നെയാണ് നേടിയത്. 4ാമത്തെ ഏറ്റവും വലിയ വിജയം മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ. രാജമാണിക്യം എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം അൻവർ റഷീദ് ഒരുക്കിയ ചിത്രം. മോഹൻലാലും അൻവർ റഷീദും ഒരേ ഒരു തവണയാണ് ഒന്നിച്ചത്. ആ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ. മോഹൻലാലിനൊപ്പം വമ്പൻ താരനിരയും ചിത്രത്തിലുണ്ടായിരുന്നു. ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ബെന്നി P നായരമ്പലമായിരുന്നു. മണിയമ്പിള്ള രാജയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവ്. ഒരു കളർഫുൾ എന്റർടൈനർ എന്ന നിലയ്ക്ക് ഒരുക്കിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയത് ഭാവനയായിരുന്നു. ഇവർക്കൊപ്പം സായികുമാർ, കലാഭവൻ മണി, മല്ലിക സുകുമാരൻ, സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ, ഇന്ദ്രജിത്ത്, വിനായകൻ, മണിക്കുട്ടൻ, ബിജുക്കുട്ടൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി.
തകർപ്പൻ മൂഡിലുള്ള എൻ്റർടൈനർ എന്ന അഭിപ്രായം ലഭിച്ച ചിത്രം 2007 വിഷു സീസണിൽ വമ്പൻ കളക്ഷനാണ് നേടിയത്. രാഹുൽ രാജാണ് ചിത്രത്തിന് ഗാനങ്ങൾ ഒരുക്കിയത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. മികച്ച അഭിപ്രായം നേടിയ ചിത്രം വെക്കേഷൻ കാലത്തിന്റെ അഡ്വാൻറ്റേജോടെ വമ്പൻ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. 2007 ഏറ്റവും വലിയ മൂന്നാമത്തെ വിജയം. സച്ചി സേതു ടീമിന്റെ തിരക്കഥയിൽ ഷാഫി സംവിധാനം ചെയ്ത ചോക്ലേറ്റ്, ഒരു ക്യാമ്പസ് എന്റർടൈനർ ചിത്രമായ ചോക്ലേറ്റിൽ നായകനായത് പൃഥ്വിരാജ് ആയിരുന്നു. ജയസൂര്യ, റോമ, സംവദ സുനിൽ, രമ്യ നമ്പീശൻ, രാജൻ പി ദേവ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗംഭീര അഭിപ്രായം നേടിയ ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് നേടിയത്. യുവ പ്രേക്ഷകരെ ആകർഷിക്കാൻ എത്തിയ ചിത്രം ആ രീതിയിൽ തന്നെ അഭിപ്രായം നേടി വലിയ ഹിറ്റായി മാറി. അലക്സ് പോൾ ഒരുക്കിയ ഗാനങ്ങളും വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ആ കാലത്ത് തുടരെ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനായ ഷാഫിയുടെ മറ്റൊരു വിജയ ചിത്രമായിരുന്നു ചോക്ലേറ്റ്. 2007 ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയം. ഷാഫി സംവിധാനം ചെയ്ത മായാവി. മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം മികച്ച അഭിപ്രായം നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് തിയേറ്ററിൽ നേടിയത്. റാഫി മെക്കാട്ടിൻ തിരക്കഥയൊരുക്കിയ ചിത്രം നിർമ്മിച്ചത് വൈശാഖ രാജനായിരുന്നു. മമ്മൂട്ടിയോടൊപ്പം വലിയ താരനിരയുണ്ടായിരുന്നു ചിത്രത്തിൽ. പ്രധാന കഥാപാത്രങ്ങളായി മമ്മൂട്ടിക്കൊപ്പം ഗോപിക, മനോജ് കെ ജയൻ, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, സായ് കുമാർ തുടങ്ങിയവരൊക്കെ എത്തിയിരുന്നു. അലക്സ് പോൾ ഒരുക്കിയ ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധ നേടി. രാജമാണിക്യത്തിന് ശേഷമുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയമായി മായാവി മാറി. മഹി എന്ന കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രമായിരുന്നു മായാവി. മമ്മൂട്ടി ആരാധകർക്കും മറ്റ് പ്രേക്ഷകർക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒന്നാണ് മായാവി. ചിത്രത്തിലെ സലീം കുമാറിന്റെ കണ്ണൻ സ്രാങ്ക് എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തിനോളം കയ്യടി നേടിയ കഥാപാത്രമായിരുന്നു. അതോടൊപ്പം ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യ കഥാപാത്രങ്ങളിൽ ഒന്നുമാണ് സലീം കുമാറിന്റെ കണ്ണൻ സ്രാങ്ക്. 2007 ഏറ്റവും വലിയ വിജയ ചിത്രം മോഹൻലാലിന്റെ ഹലോ. റാഫി മെക്കാട്ടിൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ജോയ് തോമസ് ശക്തികുളങ്ങരയായിരുന്നു. മോഹൻലാലിനൊപ്പം വമ്പൻ താരനിര അണിനിരന്ന ഈ കോമഡി ചിത്രം തിയേറ്ററിൽ വമ്പൻ വിജയമാണ് നേടിയത്. മോഹൻലാലിൻ്റെ നായികയായി പാർവതി മിൽട്ടൺ എത്തിയ ചിത്രത്തിൽ ജഗതി, സൈജു കുറുപ്പ്, സിദ്ദിഖ്, മധു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. ചിത്രത്തിന് സംഗീതം നൽകിയത് അലക്സ് പോൾ ആയിരുന്നു. 2007 ഏറ്റവും വലിയ 3 വിജയങ്ങൾക്കും സംഗീതം നൽകിയത് അലക്സ് പോൾ ആയിരുന്നു. ചിത്രത്തിൽ അഡ്വക്കേറ്റ് ശിവരാമൻ എന്ന മുഴുക്കുടിയനായി മോഹൻലാൽ തകർത്താടി. മോഹൻലാലിൻ്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഹലോ തിയേറ്ററിൽ ഏറ്റവും വലിയ വിജയമായി മാറാൻ കാരണം. ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്നാണ് ഹലോ. വലിയ പ്രതീക്ഷയില്ലാതെ തിയേറ്ററിലെത്തിയ ഈ ചിത്രം അഭൂതപൂർവമായ വിജയമാണ് നേടിയത്. എല്ലാതരം പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയ റാഫി മെക്കാട്ടിൻ ചിത്രമായിരുന്നു ഹലോ. റാഫി മെക്കാട്ടിനും മോഹൻലാലും ആദ്യമായി ഒരുമിച്ച ചിത്രവുമായിരുന്നു ഹലോ. 2007 ചോട്ടാ മുംബൈക്ക് പിന്നാലെ മറ്റൊരു മോഹൻലാൽ ചിത്രവും വമ്പൻ വിജയം നേടുന്ന കാഴ്ചയാണ് ഹലോയിലൂടെ കണ്ടത്. ചോട്ടാ മുംബൈയും ഹലോയും മോഹൻലാലിൻ്റെ എല്ലാം തികഞ്ഞ എൻ്റർടൈനർ ചിത്രങ്ങളായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷമായിരുന്നു മോഹൻലാൽ ഇത്തരം ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്.